ഡോക്ടർ ജിൻഡോ ജോൺ നോക്കൂ, ഇവിടെ ഇപ്പോൾ അറസ്റ്റ് ഉണ്ടാവുന്നു, അതിന്റെ പിറ്റേ ദിവസവും വളരെ രൂക്ഷമായ വിധത്തിൽ പോലീസിനെ ഒരു SHOയുടെ പേരെടുത്ത് പറഞ്ഞ് തെറി വിളിച്ചും ചീത്ത വിളിച്ചും വെല്ലുവിളിച്ചും പ്രകടനം നടത്തുന്നതും ഒക്കെ കണ്ടു. ഇതിപ്പോൾ നിങ്ങളൊരു തെരഞ്ഞെടുപ്പ് ക്യാമ്പയിൻ്റെ കൂടി ലോഞ്ചാക്കി മാറ്റുകയാണോ, സുവർണാവസരം എന്നൊക്കെ പറഞ്ഞതുപോലെ? ഇല്ല അഭിലാഷേ, ഞങ്ങളുടെ കൂട്ടത്തിലെ ഒരു പ്രവർത്തകനെ, സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റിനെ പോലീസ് ജനാധിപത്യ വിരുദ്ധമായ രീതിയിൽ അറസ്റ്റ് ചെയ്തുകൊണ്ട് പകയിൽ പടച്ചെടുത്ത ഒരു അറസ്റ്റ് എന്നുള്ള രീതിയിൽ എടുത്ത് വീട്ടിൽ നിന്ന് വെളുപ്പാങ്കാലത്ത് കിടക്കപ്പായിൽ നിന്ന് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നതിന് ഒരു തെരഞ്ഞെടുപ്പ് സ്റ്റണ്ടാക്കി മാറ്റാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. അങ്ങനെ അത്തരം രാഷ്ട്രീയ പാപ്പരത്വം കോൺഗ്രസിനോ യൂത്ത് കോൺഗ്രസിനോ ഇല്ല. പക്ഷെ ഞാൻ സനോജിനോട് ഒരു കാര്യം ചോദിക്കട്ടെ. താങ്കൾ ഇപ്പോൾ സൂചിപ്പിച്ചു സാന്ദ്ര ബോസിനെ, തൃശ്ശൂരത്തെ സാന്ദ്ര ബോസിനെ അറസ്റ്റ് ചെയ്ത നടപടിയെ കുറിച്ചിട്ടൊക്കെ. അതിൽ ഒന്നാമത്തെ കാര്യം എന്താ അറിയോ? SFIയുടെ തൃശ്ശൂർ ജില്ലാ കമ്മിറ്റിയുടെ ഔദ്യോഗിക ഫേസ്ബുക്ക് പോസ്റ്റ്, ഏകദേശം 19,000 ഫോളോവേഴ്സ് ഉണ്ട്. സഖാവ് സാന്ദ്ര ബോസിനെ നിയമവിരുദ്ധമായി അറസ്റ്റ് ചെയ്ത പോലീസ് നടപടിയിൽ പ്രതിഷേധിക്കുക. വെളുപ്പിന് വീട്ടിൽ കയറി അറസ്റ്റ് ചെയ്യുന്നത് നിയമവിരുദ്ധമാണെന്ന് SFIയുടെ തൃശ്ശൂർ ജില്ലാ കമ്മിറ്റിക്ക് ബോധ്യമുണ്ട്. ഇതിൽ ഒപ്പിട്ടിരിക്കുന്ന ഇത് ആരുടെ പേരിലാണോ പോസ്റ്റ്? തൃശ്ശൂർ ജില്ലാ സെക്രട്ടറി ജിഷ്ണു സത്യന്റെ പേരിൽ. ഇതിൽ അദ്ദേഹം തുടർന്ന് എഴുതിയിരിക്കുന്ന ഒരു കാര്യമുണ്ട്. ഈ അറസ്റ്റ് ചെയ്ത പോലീസ് ഉദ്യോഗസ്ഥരുടെ മാനസിക നില ജനാധിപത്യ സമൂഹത്തിന് യോജിച്ചതല്ലെന്ന് മാത്രമല്ല അങ്ങേയറ്റം മനുഷ്യത്വ വിരുദ്ധമാണ്. സാന്ദ്ര ബോസിനെ അറസ്റ്റ് ചെയ്യുമ്പോൾ മാത്രമല്ല ഈ പോലീസ് നടപടി മനുഷ്യത്വ വിരുദ്ധവും ജനാധിപത്യ വിരുദ്ധവുമാകുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിനെ വെളുപ്പാങ്കാലത്ത് വീട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്യുമ്പോൾ അത് ജനാധിപത്യ വിരുദ്ധമല്ലേ, അല്ലെങ്കിൽ മനുഷ്യത്വ വിരുദ്ധമല്ലേ? ഇനി അടുത്തത്, ഇതിൽ ശക്തമായിട്ടുള്ള ജനകീയ പ്രതിഷേധങ്ങൾ ഉണ്ടാവണം. പോലീസ് നടപടിക്കെതിരെ ജനാധിപത്യ വിശ്വാസികളുടെ ചേരിയിൽ നിന്ന് അതിശക്തമായിട്ടുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടാവണമെന്ന്. ആ പ്രതിഷേധങ്ങളാണ് ഇന്നലെയും ഇന്നും രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടിയിട്ട് കേരളത്തിലെമ്പാടും യുവജനങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. ഇനി രണ്ടാമത് ഇതുമായി ബന്ധപ്പെട്ട് സനോജിനോട് ഒരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, സാന്ദ്ര ബോസ് എന്ന് പറഞ്ഞ SFIയുടെ ജില്ലാ കമ്മിറ്റി മെമ്പർ, നിങ്ങളുടെ പാർട്ടിയുടെ, നിങ്ങളുടെ വിദ്യാർത്ഥി സംഘടനയുടെ ഒരു ജില്ലാ കമ്മിറ്റി മെമ്പറെ അകാരണമെന്ന് നിങ്ങൾ തന്നെ അവകാശപ്പെടുന്ന രീതിയിൽ അറസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ അറസ്റ്റ് ചെയ്ത പോലീസ് വകുപ്പിന് നേതൃത്വം കൊടുക്കുന്നവരാ? പിണറായി വിജയൻ എന്ന് പറഞ്ഞ നിങ്ങളുടെ നേതാവല്ലേ? കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രി ആരാ? പിണറായി വിജയൻ അല്ലേ? നിങ്ങൾക്ക് DYFIക്കും SFIക്കും CPM-നും സാന്ദ്ര ബോസ് എന്ന് പറഞ്ഞ SFIക്കാരിയെ വീട്ടിൽ നിന്ന് വെളുപ്പാങ്കാലത്ത് അറസ്റ്റ് ചെയ്ത നടപടിക്കെതിരെ ജനാധിപത്യ വിരുദ്ധമെന്നും മനുഷ്യത്വ വിരുദ്ധമെന്നും നിങ്ങൾ പറയുന്ന നടപടിക്കെതിരെ ഒരു വാക്കുയർത്താൻ പോലും ഇതുവരെ ശേഷിയില്ലെങ്കിൽ അത് ഞങ്ങളുടെ മെക്കിട്ടല്ല കയറണ്ടേ, അത് നിങ്ങളുടെ പാർട്ടി കമ്മിറ്റി കൂടിയിട്ട് വേണം ആലോചിക്കാൻ. ഇനി അടുത്തത്, രാഹുൽ മാങ്കൂട്ടം സമരം ചെയ്തത് എന്തിന്റെ പേരില്ല? കണ്ണൂർ തൊട്ട് തിരുവനന്തപുരം വരെ യൂത്ത് കോൺഗ്രസിന്റെ ചെറുപ്പക്കാരെ മുഖ്യമന്ത്രി എൻഡോഴ്സ് ചെയ്ത ജീവൻ രക്ഷാ പ്രവർത്തനം എന്ന് പറയുന്ന രീതിയിൽ തലയടിച്ച് കൊല്ലാൻ നോക്കിയതിനെതിരെ രൂക്ഷമായ പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ട് യൂത്ത് കോൺഗ്രസ് നടത്തിയ സമരത്തിന് നേതൃത്വം കൊടുത്തതിന്റെ പേരിൽ ആ സമരത്തിൽ പങ്കെടുത്ത് ഉദ്ഘാടനം ചെയ്ത പ്രതിപക്ഷ നേതാവ് 1-ാം പ്രതിയാണ്. നിങ്ങൾ എന്താ അറസ്റ്റ് ചെയ്യാത്തത്? 2-ാം പ്രതി ഷാഫി പറമ്പിൽ MLA ആണ്, നിങ്ങൾ എന്താ അറസ്റ്റ് ചെയ്യാത്ത? 3-ാം പ്രതി M വിൻസെന്റ് MLA ആണ്, നിങ്ങൾ എന്താ അറസ്റ്റ് ചെയ്യാത്ത? ഈ രാഹുൽ മാങ്കൂട്ടം തന്നെ കഴിഞ്ഞ 20 ദിവസത്തിനിടയ്ക്ക് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള വിവിധ സമര പരിപാടികൾ പങ്കെടുത്തിട്ടുണ്ട്. ഇടുക്കിയിൽ വണ്ടിപ്പെരിയാറിൽ ആ പീഡിപ്പിക്കപ്പെട്ട് കൊല ചെയ്യപ്പെട്ട പെൺകുട്ടിക്ക് നീതി ഉറപ്പാക്കാൻ വേണ്ടിയിട്ട് സമരം ചെയ്തിട്ടുണ്ട്. പിറ്റേ ദിവസം KPCCയുടെ നേതൃത്വത്തിൽ നടന്ന DGP ഓഫീസ് മാർച്ചിൽ പങ്കെടുത്തിട്ടുണ്ട്. അന്നൊന്നും നിങ്ങൾക്കില്ലാത്ത ഒരു പ്രത്യേക താല്പര്യം എങ്ങനെയാ? രാഹുൽ ആശുപത്രി വാസം കഴിഞ്ഞ് വീട്ടിലെത്തിയതിന് ശേഷം വെളുപ്പാങ്കാലത്ത് അമ്മയുടെയും സഹോദരിയുടെയും മുന്നിൽ നിന്ന് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകണമെന്നുള്ള തീരുമാനം ആരുടേതാ? അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത്, ഇത് പകയിൽ പടച്ചെടുത്ത, കേരളം കണ്ട ഫാസിസ്റ്റ് ആയിട്ടുള്ള കേരള ഹിറ്റ്ലർ പിണറായി വിജയന്റെ പകയിൽ പടച്ചെടുത്ത കേസാണ്, അറസ്റ്റാണെന്ന് ഞങ്ങൾ പറയുന്നതിന് കാരണം അതാണ്.